ചെറിയ ചെറിയ കാര്യങ്ങളാണ് മനുഷ്യന്റെ ജീവിതം മാറ്റുക എന്നാണ്. ഇപ്പൊ ഈ ഇരിക്കണയിൽ നിക്കരിച്ചാത്തവരാരും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഈ മജ്‌ലിസിനൂറിന് വരൂല്ലല്ലോ. നമ്മളിനി ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചെറിയ കുറേ കാര്യങ്ങളാണ്. ഞാനൊരു 10 കാര്യങ്ങൾ എണ്ണി പറയാം എന്ന് വിചാരിക്കുകയാണ്. ആ 10 കാര്യങ്ങൾ ഈ കൊല്ലം ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ തീരുമാനിച്ചാലേ ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യന്മാർ നമ്മളായിരിക്കും. വളരെ ചെറിയ 10 കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ വേഗം കൽബിക്ക് കയറാം. അതുകൊണ്ടാണ് ഞാൻ 10 എണ്ണി പറഞ്ഞത്. 11ാമത്തെ ഇല്ലായിട്ടോ 9 ചുരുക്കാൻ പറ്റായിട്ടോ അല്ല. 10 എന്ന് പറയുമ്പോൾ നമുക്ക് കൽബിക്ക് വേഗം കയറും. എണ്ണങ്ങൾ കൽബിലേക്ക് വേഗം കയറും, പ്രത്യേകിച്ച് മനുഷ്യന്മാർക്ക്. മറ്റു ജീവികൾക്ക് എണ്ണം കയറൂല എന്നാണ്. പൂച്ചക്കുട്ടിനോട് നമ്മൾ പറഞ്ഞാൽ എണ്ണം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മൂരിക്കുട്ടിനോട് പറഞ്ഞിട്ട് എണ്ണം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ മനുഷ്യന്റെ കൽബിലേക്ക് എണ്ണം വേഗത്തിൽ കയറും. അതുകൊണ്ട് ഒരു 10 കാര്യം ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നമ്മൾ വലിയ നേട്ടമുള്ള ആൾക്കാരാവും. 1, ബിസ്മി ദായിമാക്കുക. എപ്പോഴും ബിസ്മിയല്ല, എല്ലാ കാര്യത്തിനും ബിസ്മിയല്ല. നല്ലതായ ഹൈറായ മുഴുവൻ കാര്യങ്ങൾക്കും, ഫറളോ സുന്നത്തോ ഹലാലോ ആയ മുഴുവൻ കാര്യങ്ങൾക്കും ബിസ്മി എന്ന പതിവുണ്ടാക്കുക. ബിസ്മി അല്ലാതെ തുടങ്ങൽ ശറഅക്കപ്പെട്ട കാര്യമുണ്ട്, അതിന് പിന്നെ ബിസ്മി വേണ്ട. അപ്പൊ ദുആ തുടങ്ങേണ്ടത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്, അത് പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഖുത്ബ തുടങ്ങേണ്ടത് അൽഹംദുലില്ലാഹ് എന്നാണ്, അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. ബിസ്മി അല്ലാതെ നിസ്കാരം തുടങ്ങേണ്ടത് അല്ലാഹു അക്ബർ എന്നാണ്. ഇങ്ങനെ ബിസ്മി അല്ലാതെ ശറഅക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, അതങ്ങനെ തന്നെ. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തറു ശഫീഉനാ റസൂലുള്ളാഹി. ഏത് നന്മയുള്ള കാര്യവും ഒരാൾ ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അത് ഖൈറുള്ളതായി തീരുമെന്നാണ്, ബറക്കത്തുള്ളതായി തീരുമെന്നാണ്. ബിസ്മി ചൊല്ലുന്ന ഏത് കാര്യത്തിനും ബറക്കത്തുണ്ടാവും. അപ്പൊ എല്ലാ കാര്യങ്ങളും ബിസ്മി ചൊല്ലുക എന്ന് നമ്മുടെ ഒരു പതിവാക്കി കൊണ്ടുവരാം. ഞാൻ അതിങ്ങനെ പറയുമ്പോൾ തോന്നും അതൊക്കെ ഇപ്പൊ ചെയ്യലുണ്ട് എന്ന്, പക്ഷെ സംഗതി ഉണ്ടാവില്ല. നമ്മൾ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾക്ക് ബിസ്മി ചൊല്ലലുണ്ട് എന്നുള്ളത് ശരിയാണ്. ഉദാഹരണം, ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ശീലം, ആദത്തിന്റെ ഭാഗമായതും ഇബാദത്തിന്റെ ഭാഗമായതുമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ശീലമായി വന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മൾ കരുതി കൂട്ടി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു കാര്യം കുറെ കാലം കരുതി കൂട്ടി ചെയ്താൽ പിന്നീട് അത് ശീലമാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ മിക്കവാറും ആദ്യം നിസ്കരിച്ചിട്ടുണ്ടാകുക ഒരു മഗ്‌രിബ് നിസ്കാരം, ഉമ്മാന്റെ ഒപ്പയിക്കാരം നിസ്കരിച്ചിട്ടുണ്ടാകുക. ഒരു മഗ്‌രിബ് നിസ്കാരം ഉമ്മാന്റെ ഒപ്പം ഒന്നുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉമ്മാന്റെ അടുത്ത് നിന്നിട്ട് അങ്ങനെ നമ്മളൊരു മഗ്‌രിബിയാണ് നമ്മളെ മിക്കവാറും ആൾക്കാരൊക്കെ ആദ്യം നിസ്കരിച്ചിട്ടുണ്ടാകുക. അങ്ങനെ ഉമ്മ ആ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയേക്കിന് അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് 3 വട്ടം പറഞ്ഞു. അങ്ങനെ നമ്മളും പറഞ്ഞു. അങ്ങനെ നമുക്കത് പതിവായി, ശീലായി. ഇപ്പൊ നമ്മളെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം 3 വട്ടം അറിയാതെ പറയും. ഇങ്ങനെ നമ്മൾ അറിയാതെ ജീവിതത്തിൽ പറയുന്നതാണ് ശീലങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ആവണം, അത് വേണ്ട തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശീലായാൽ ഒരാൾ മരിക്കുമ്പോൾ ചൊല്ലുന്നതാണ്. ശരിക്ക് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെന്ന് ഒരാൾ നേരത്തെ തീരുമാനിച്ചതുകൊണ്ട് കഴിയൊന്നുമില്ല. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണമെങ്കിൽ ഒരാൾക്ക് എന്തുണ്ടാവുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്ന ഒരു ശീലം വന്നു ചേരണം. കാരണം മരണത്തിന്റെ നേരം എന്ന് പറഞ്ഞത് ഹൈറാനിയത്താണ്, പേടിയുള്ള രംഗമാണ്. ആ സമയത്ത് ഒരാൾക്ക് ആലോചിച്ചൊരു കാര്യം ചെയ്യാനൊന്നും പറ്റൂല. ആലോചനയില്ലാതെ ചെയ്യുന്ന കാര്യം, പറയുന്ന കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അപ്പത് അറിയാതാണ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതിന് അറിഞ്ഞ് ധാരാളം പറയണം, അപ്പോൾ അറിയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നു തുടങ്ങും. അങ്ങനെയാണ്. അപ്പൊ ശീലമാവുക എന്നത് നല്ലതാണ്. ഇപ്പൊ മഗ്‌ഫിറത്തിന്റെ 10 ദിവസമാണ് നമ്മൾ പോണത്. പടച്ചോനെ എനിക്ക് പുറത്തു തരണേ അല്ലാഹ് മനസ്സറിഞ്ഞ് പറയേണ്ടതാണ്. പക്ഷേ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിട്ടുള്ള 3 അസ്തഗ്ഫിറുല്ലാഹ് മനസ്സറിഞ്ഞിട്ടല്ലേ നമ്മൾ പലപ്പോഴും പറയാം. അതിങ്ങനെ ചിലപ്പോൾ നമ്മളെന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല അത് പറഞ്ഞത്. അങ്ങനെ ഉണ്ട് ഉമ്മാന്റെ ഒപ്പം അന്ന് പറഞ്ഞത്, അങ്ങനെ നമ്മളങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന ആദത്തിന്റെ ഭാഗമായി വരേണ്ടതാണ്. പക്ഷെ അത് മാത്രം പോരാ, നമ്മുടെ ഇബാദത്തിന്റെ ഭാഗമായിട്ട് വരണമെങ്കിൽ ചില ശ്രദ്ധകൾ അനിവാര്യം ഉണ്ടായാൽ മാത്രം, നമ്മുടെ കൂടെ ഉണ്ടായാൽ മാത്രമാണ് വരിക. അപ്പൊ അതിലൊന്ന് ബിസ്മി ദായിമാക്കുക എന്നതാണ്. എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി അല്ല. ബിസ്മി ചുരുക്കിയിട്ടും ചെല്ലാൻ പറ്റും, നീട്ടിയിട്ടും ചെല്ലാൻ പറ്റും.
ബിസ്മി നീട്ടി ചെല്ലുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവൻ ചെല്ലാം. ചുരുക്കി ചെല്ലുമ്പോൾ ബിസ്മില്ലാ എന്ന് മാത്രം ചെല്ലാം. ഹദീസിൽ ചുരുക്കി ചൊല്ലിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കുല്ലു അംരിൻ ദീ ബാലില്ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തറു. പിന്നെ ഞാൻ ചുരുക്കി ചൊല്ലിയത് നീട്ടിച്ചൊല്ലാൻ വേണ്ടിയുള്ള പ്രചോദനമാണ് എന്ന് വെക്കുകയാണെങ്കിൽ നീട്ടിയിട്ട് ചെല്ലാം, ഇനി അല്ലെങ്കിൽ ചുരുക്കിയിട്ടും ചെല്ലാൻ പറ്റും. മറ്റൊരാൾക്ക് വേണ്ടി ബിസ്മില്ലാണെങ്കിൽ അയാൾ കേൾക്കുന്ന രൂപത്തിൽ ചൊല്ലണം. ഉമ്മ കുട്ടിക്ക് വേണ്ടി ബിസ്മില്ലാണ്, അല്ലെങ്കിൽ വാപ്പ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഭക്ഷണം കൊടുത്തപ്പോൾ വാപ്പാക്ക് വേണ്ടി ബിസ്മില്ലാണ്, എന്നാൽ അത് വാപ്പ കേൾക്കുന്ന തരത്തിൽ ചൊല്ലണം. കുട്ടിക്ക് വേണ്ടി ബിസ്മില്ലാണെങ്കിൽ കുട്ടി കേൾക്കുന്ന തരത്തിൽ ചൊല്ലണം. മറ്റൊരാൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ അയാൾ കേൾക്കുന്ന തരത്തിൽ ചൊല്ലണം. അപ്പൊ ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം ബിസ്മി ദായിമാക്കുക. എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി ചൊല്ലുന്ന ഒരു ശീലം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ഒളു ചെയ്യുക, ഒളു ഉണ്ടാക്കുക. എല്ലാ പ്രധാനപ്പെട്ട വിഷയത്തിനും. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതി ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും, അത് ദുന്യവിയായ കാര്യമാണെങ്കിലും ഉഹ്റവിയായ, ഇപ്പൊ വയലറിയാം, ഒളുവോടുകൂടെ വയലറിയാം. അങ്ങനെ ഓരോ കാര്യവും, കച്ചവടത്തിന് പോകുകയാണ് ഒളുവോടുകൂടെ പോവുക, കല്യാണ നിശ്ചയത്തിന് പോകുകയാണ് ഒളുവോടുകൂടെ പോവുക, നിക്കാഹിന് പോകുകയാണ് ഒളുവോടുകൂടെ പോവുക. നിക്കാഹിന് പുതിയാപ്പിളാര് ഇറങ്ങുമ്പോൾ ഒതൊക്കെ ഉണ്ടാക്കി ഇറങ്ങുകയൊക്കെ ചെയ്യും. കഴിഞ്ഞിട്ട് അങ്ങട്ടനെ കാര്യം കണ്ട് ഒതു മുറിച്ചിങ്ങാണ്ട് വരും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഒരു ഒന്നും കൂടി ഉണ്ടാക്കിയിട്ട് വന്നാൽ മതി എന്ന് മാത്രം. അപ്പൊ എല്ലാ നല്ല കാര്യങ്ങൾക്കും, ദുന്യവിയാവട്ടെ ഉഹ്റവിയാവട്ടെ, എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മില്ല. ഓട്ടോറിക്ഷയിട്ട് അങ്ങാടിയിൽ ഓടുന്ന ആളാണ്, രാവിലെ ഓട്ടോറിക്ഷ എടുത്തങ്ങാണ്ട് ഇറങ്ങുമ്പോൾ ഒരു ബിസ്മിയാണ്ട് കണ്ടിറങ്ങാം. അങ്ങനെ ഞാൻ എണ്ണി പറയണത് എന്തിനാ വെച്ചാല്, എന്നാലേ നമുക്ക് എവിടെയും ഒരു കുളത്ത് കിട്ടുള്ളൂ. ഇന്നെ പറ്റിയിട്ട് തന്നെ ഇപ്പൊ പറഞ്ഞെന്ന് തോന്നണം, എന്നാലേ കാര്യം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ ആരെ പറ്റിയിട്ടോ പറയുന്നുണ്ടെന്ന് തോന്നിയിട്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. എനിക്ക് ഇന്നെ പറ്റിയാന്ന് തോന്നണം, നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയാന്ന് തോന്നണം, അപ്പോഴാണ് ഈ പറഞ്ഞുകൊണ്ടൊരു കാര്യം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇപ്പൊ രാവിലെ പീടി ഉറക്കാൻ പോവുകയാണെങ്കിൽ ഒളുവോടുകൂടെ പോയിട്ട് പീടി ഉറക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു ഓഫീസിൽ ജോലിക്ക് പോവുകയാണ് ഒളുവോടുകൂടെ പോവുക. രാവിലെ മദ്രസക്ക് പോവുകയാണ് ഒളുവോടുകൂടെ പോവുക. സ്കൂൾക്ക് പോവുകയാണ് ഒളുവോടുകൂടെ പോവുക. അങ്ങനെ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ ഓരോന്ന് മരം മുറിക്കാൻ പോവുകയാണ്, നമ്മൾ ഒളുവോടുകൂടെ പോവുക. മീൻ കച്ചവടത്തിന് പോവുകയാണ് ഒളുവോടുകൂടെ പോവുക. അല്ലെങ്കിൽ പടവിന് പോവുകയാണ് ഒളുവോടുകൂടെ പോവുക. തേപ്പിന് പോവുകയാണ്, പെയിന്റ് അടിക്കാൻ പോവുകയാണ് ഒളുവോടുകൂടെ പോവുക. അങ്ങനെ അങ്ങനെ ഓരോരുത്തരും അവനാനിലേക്ക് ബന്ധപ്പെടുത്തുക. നമ്മളെന്താ ചെയ്യുന്നത് അത് ഒളുവോടുകൂടെ ചെയ്യാം. എന്തായാലും നമ്മൾ നിലവിൽ ചെയ്തിരിക്കുന്നതിനേക്കാൾ പുരോഗതി ഒളുവോടുകൂടെ ചെയ്യുന്നതിനുണ്ടാവും. തുഹറ്, ശുദ്ധി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് ചെയ്ത് അവസാനം എപ്പോഴും ഒളുള്ള ആളുകളായിട്ട് മാറണം. ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് എങ്ങനെയാ വെച്ചാല്, പ്രധാന വിഷയങ്ങൾക്കൊക്കെ ഒളു ഉണ്ടാക്കി തുടങ്ങുക. അങ്ങനെ തുടങ്ങി പിന്നെ എല്ലാത്തിനും ഒളു ആവുമ്പോൾ നമുക്ക് സ്ഥിരമായ ഒളുള്ള അവസ്ഥയിലേക്ക് വരും. അങ്ങനെ നമ്മൾ എവിടേക്കെത്തണം വെച്ചാല്, ആവശ്യങ്ങൾക്ക് ഒളുണ്ടാക്കുക എന്നുള്ളിടത്തുനിന്ന് പോയിട്ട് മുറിഞ്ഞ അപ്പം ഒളുണ്ടാക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തണം. അതിനാണ് ഒളു ദായിമാവുക എന്ന് പറഞ്ഞത്. എന്താ ഗുണം? ഒളുവോടുകൂടെ മരിക്കാൻ പറ്റും.